തരൂർ ലീഡ് കൂട്ടുന്നു. തരൂർ 10,463 ശശി തരൂർ ലീഡ് ഉയർത്തുന്നു. പ്രശാന്ത്, തരൂർ ഉറപ്പിച്ചു കഴിഞ്ഞോ? തിരുവനന്തപുരം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ. 10,000 കടന്നിരിക്കുന്നു തരൂരിന്റെ ലീഡ്. അതായത് 10 റൗണ്ടിലേക്ക് അടുക്കുമ്പോൾ ശശി തരൂരിന്റെ ലീഡ് 10,000. ശശി തരൂർ ലീഡിലെത്തിയാൽ പിന്നെ ശശി തരൂരിനെ പരാജയപ്പെടുത്തുക എളുപ്പമല്ല എന്ന BJPയുടെ വിലയിരുത്തൽ കൃത്യമാകും. കാരണം 10 റൗണ്ടിലേക്ക് എത്തുമ്പോൾ BJP 25,000 വോട്ടിന്റെ ലീഡ് ഉണ്ടെങ്കിൽ മാത്രം ഒരു വിജയ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് BJPയുടെ വിലയിരുത്തൽ. പക്ഷേ അതെല്ലാം തകിടം മറിച്ചുകൊണ്ട് ശശി തരൂർ 10ാം റൗണ്ടിലേക്ക് എത്തുമ്പോൾ 10,000 വോട്ടിന്റെ ലീഡിൽ മുന്നിലേക്ക് എത്തുന്നു. അതായത് തരൂരിന്റെ ഭൂരിപക്ഷം ഇനി കുതിച്ചു കയറും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതായത് തിരുവനന്തപുരത്തിന്റെ പാറ്റേൺ ഇങ്ങനെ തന്നെയാണ്. ഒരു പ്രധാനപ്പെട്ട വാർത്ത, അമേഠിയിൽ കിഷോരി ലാലിന്റെ ഭൂരിപക്ഷം 3,00,000 കടന്നിരിക്കുന്നു. സ്മൃതി ഇറാനി മറക്കാൻ ആഗ്രഹിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. സ്മൃതി ഇറാനിക്ക് അമേഠിയിൽ ഏൽക്കുന്ന പരുക്ക പ്രഹരം വളരെ വലുതാണ്. 45ഇടത്ത് UP-യിൽ ഇന്ത്യ സഖ്യം മുന്നിട്ട് നിൽക്കുമ്പോൾ അത് നൽകുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. ആ ഉത്തർപ്രദേശത്തിലെ കരിമ്പ് പാടങ്ങളിൽ നിന്ന് മധുരമൂറ്റിയെടുക്കാമെന്നുള്ള BJPയുടെ പ്രത്യാശകൾ ഇത്തവണ നഷ്ടമാകുന്നു. ആ കർഷകരുടെ രോഷം, അതിനപ്പുറത്തുള്ള പുതിയ MY കോമ്പിനേഷന്റെ തിരിച്ചുവരവ്, അഖിലേഷ് യാദവ് എന്ന ആ പഴയ ബ്രാഞ്ചൊരിക്കൽ കൂടി സ്റ്റാർ ക്യാമ്പയിനറായി രാഹുൽ ഗാന്ധിയെ UP-യിലേക്ക് റായ്ബറേലിയിലേക്ക് കൊണ്ടുവന്ന അഖിലേഷിന്റെ തന്ത്രം ഇതെല്ലാം ഭരിക്കുന്നു എന്നുള്ളത് ഏറ്റവും നിർണായകമാകുന്ന നിമിഷമാണിത്. പക്ഷേ 11,815 ഷാഫി 1,00,000-ലേക്ക് 93,984 വോട്ടിന് ഷാഫി പറമ്പിൽ വടകരയിൽ 1,00,000 കടക്കാൻ പോവുകയാണ്. ഷാഫി പറമ്പിൽ വടകരയിൽ ഈ യുപിയിലെ MY വോട്ടുകൾ മുസ്ലിം യാദവ വോട്ടുകൾ മാത്രമല്ല, ഇത്തവണ അവർ അവിടെ പുതിയൊരു പരീക്ഷണമാണ് നടത്തിയത്. PDA, പിച്ചഡെ, അതായത് പിന്നോക്കം, ദളിത്, അല്പസംഖ്യക്, ന്യൂനപക്ഷം, ഇങ്ങനെ 3 വിഭാഗവും കൂടി ചേർന്ന ഒരു കോമ്പിനേഷൻ ആണ് ഇത്തവണ അവിടെ പരീക്ഷിച്ചത്. അതിന്റെ വിജയം